ഇനി തൃശൂരിലേക്ക് പോയാൽ തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞതോടെ നഗരവാസികൾ മണിക്കൂറുകളോളമാണ് മുൾമുനയിൽ നിന്നത്. കൊല്ലത്ത് നിന്നുള്ള ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നഗരപരിസരത്തുള്ള വീടുകളിലെ ഗേറ്റുകളും വാഹനങ്ങളും തച്ചുടച്ച ആന ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, ഏതാണ്ട് 10 മണി കഴിഞ്ഞപ്പോഴാണ് ആനയെ തളക്കാൻ കഴിഞ്ഞത്. അവിടെ ഒരു വീടിന് സമീപത്തെ പറമ്പിൽ ആനയെ കെട്ടുകയായിരുന്നു. ഇപ്പോഴും ആന അവിടെ തന്നെയല്ലേ ഉള്ളത്? നടരാജ അവിടെ നിന്ന് ആനയെ കൊണ്ടുപോയോ? ദിവ്യ, ആനയെ കൊണ്ടുപോയിട്ടില്ല. ആനയെ അല്പസമയത്തിനകം കൊണ്ടുപോകും. അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ പറമ്പിലാണ് ഇപ്പോൾ ആനയെ കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പുറത്ത് ഒരു വീടിന്റെ ടെറസിലാണ് ഉള്ളത്. ഈ ഭാഗത്ത് കാണുന്ന ഈ പറമ്പിന് നടുവിൽ ഇപ്പോൾ ആനയുണ്ട്. അല്പസമയത്തിനകം ആനയെ പുറത്തു കൊണ്ടുവന്ന് ഈ കാണുന്ന ലോറിയിൽ ഇവിടെ നിന്നും കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആനയ്ക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ ചികിത്സ നൽകേണ്ടത് കൊല്ലത്തിൽ എത്തിച്ചിട്ട് വേണോ അതോ അടുത്തുള്ള ഏതെങ്കിലും പറമ്പിലേക്ക് മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമാവാറുണ്ട്. ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിലെ തന്നെ ഇത്തരത്തിൽ ആനയെ പാർപ്പിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് മാറ്റും, അതല്ലെങ്കിൽ കൊല്ലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. എന്തായാലും ആനയ്ക്കുള്ള പ്രാഥമിക ചികിത്സ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വനം വകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്ത് ആനയെ അല്പസമയത്തിനകം ഇവിടുന്ന് കൊണ്ടുപോകും. എന്തായാലും രാവിലെ 8:30യോടുകൂടി തൃശ്ശൂർ നഗരത്തെ ആകെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു കൊമ്പൻ. ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്നുള്ള ആനയാണ് ഇത്തരത്തിൽ നഗരമധ്യത്തിലൂടെ വിരണ്ടോടിയത്. കണ്ട വീടുകളെല്ലാം തന്നെ ആന ആക്രമിച്ചു, വാഹനങ്ങൾ ആക്രമിച്ചു. നിരവധി പേർ ആനയെ കണ്ട് വിരണ്ടോടി. ചിലർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അത്തരത്തിൽ ഏറെ ഭീതിതമായ സാഹചര്യം ഉണ്ടാക്കി. ഏതാണ്ട് രാവിലെ 8:30 തുടങ്ങിയ ശേഷം 10:00 ആന ശാന്തനായതും പിന്നീട് ആനയെ തളച്ചതും. ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തകൃതിയായി നടക്കുന്നു. അല്പസമയം മുമ്പ് വരെ മന്ത്രി OJ ജനീഷ്, തൃശ്ശൂർ MLA ഉൾപ്പെടെയുള്ള നിരവധി പൊതുപ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പറമ്പിൽ നിന്നും അല്പസമയത്തിനകം ആനയെ ഈ ലോറിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അക്രമാസക്തനായോ ആന? ഇല്ല, ഏറെ നേരത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ആനയ്ക്ക് തണുത്ത വെള്ളം നൽകിയും ഐസ് കൊണ്ട് തണുപ്പിച്ചും ഒപ്പം ഫലങ്ങളൊക്കെ തന്നെ കഴിക്കാൻ നൽകിയും പഴങ്ങളൊക്കെ നൽകിയുമാണ് ആനയെ ശാന്തനാക്കിയത്. അതിനുശേഷമാണ് ആനയെ തളച്ചത്. അതിനുശേഷം ആനയിൽ നിന്നും അക്രമകരമായ പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ല. ആനയെ നല്ല രീതിയിൽ ആ പ്രദേശത്ത് തളച്ചിട്ടുണ്ട്. ആനയുടെ ആരോഗ്യം ഇപ്പോൾ കൊണ്ടുപോകത്തക്ക രീതിയിലായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനായി ഇവിടെ ഒരു ലോറി എത്തിച്ചിട്ടുണ്ട്. ഈ ലോറിയിൽ ആനയെ ഇവിടെ നിന്ന് മാറ്റും. ദിവ്യ, അല്ല നടരാജ, നോക്കൂ, ഇവിടെ ആനയ്ക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഡോക്ടർ എത്തിയിരുന്നു. ആനയെ പരിശോധിച്ച ശേഷം എന്താണ് വിലയിരുത്തൽ? അല്ല, ആനയ്ക്ക് ഗുരുതര പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ കെട്ടിടങ്ങൾക്കിടയിൽ കൂടെ നടന്നപ്പോഴും ഷീറ്റുകളും മറ്റും മറിച്ചിട്ടപ്പോഴും ആനയ്ക്ക് പോറലേറ്റിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ആ പരിക്കുകൾക്ക് വേണ്ട ചികിത്സകളൊക്കെ തന്നെ രാവിലെ നൽകിയിരുന്നു. തുടർ ചികിത്സകൾ നൽകും. ആനയ്ക്ക് ചില സ്ഥലങ്ങളിൽ നടന്നപ്പോൾ കുപ്പിച്ചില്ലുകൾ കുത്തി ചെറിയ മുറിവുണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ മരുന്ന് പുരട്ടി ചികിത്സ തുടങ്ങിയിട്ടുണ്ടെന്ന് രാവിലെ തന്നെ അറിഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ശേഷമായിരിക്കും ആനയെ കൊണ്ടുപോവുക. ഇതിൽ വിദഗ്ധ സംഘത്തിൻ്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ായിരിക്കും നടപടി എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആന ഇപ്പോൾ ശാന്തനാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വലിയ ഇതിങ്ങനെ ഓടി നടന്നപ്പോൾ പലയിടത്തുള്ള വാഹനങ്ങളൊക്കെ തകർത്തിട്ടുണ്ടല്ലോ നടരാജ്. എങ്ങനെയാണ് നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ? വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ആന നടന്നു വന്ന 5 മുതൽ 6 വരെ കിലോമീറ്റർ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ആന വാഹനങ്ങൾ നശിപ്പിച്ചു. പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നമ്മൾ നേരത്തെയുള്ള റിപ്പോർട്ടുകളിൽ ഇത്തരത്തിൽ രക്ഷപ്പെട്ട പലരുടെയും വാക്കുകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. പലരും ആനയ്ക്ക് മുമ്പിൽ അപ്രതീക്ഷിതമായി വന്ന് പെടുകയായിരുന്നു. പലരും കാർ ഓടിച്ച് വന്ന് ആനയ്ക്ക് മുമ്പിൽ പെട്ട് തിരിച്ച് കാറ് പുറകോട്ടെടുക്കാൻ കഴിയാതെ വിറങ്ങലിച്ചു പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലരുടെയും ബൈക്കുകൾ പലരുടെയും ബൈക്കുകൾ ആന തകർത്തിട്ടുണ്ട്, വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തോട് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഞെട്ടലുണ്ടായി. ആളപായം വലിയ രീതിയിൽ ഉണ്ടായില്ല എന്നുള്ള ആശ്വാസമുണ്ട്. കാരണം നഗരമധ്യത്തിലൂടെയാണ് ആന ഇറങ്ങി ഓടിയത് എന്നുള്ള കാര്യം മറക്കരുത്. അത്തരത്തിൽ നോക്കുമ്പോൾ വൻ ആളപായം ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. രാവിലെ 8:00 തൃശ്ശൂർ നഗരത്തിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയ്ക്ക് സമീപത്ത് വെച്ചാണ് ആന വിരണ്ടത്. അപ്പോൾ ഓട്ടം തുടങ്ങിയ ആന പിന്നീട് കിലോമീറ്ററുകൾക്കിപ്പുറം MG നഗറിൽ നിന്നാണ് ശാന്തനായത്. ശരി, ആന എന്തായാലും കൂളായിട്ടുണ്ട്. ഇനി ആനയെ അവിടെ നിന്ന് നീക്കേണ്ടതുണ്ട്. കൊണ്ടുപോകാനുള്ള മറ്റ് നടപടിക്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. നടരാജ് പരശുറാമാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കരസേനയുടെ ഹെലികോപ്റ്റർ